ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ 1 മിനിറ്റ് ക്യാൻഡലിൻ്റെ ചാർട്ടാണിത്. അപ്പം ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ ഈ ഒരു റേഞ്ചിന് പുറത്തായിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാനൊരു സപ്പോർട്ടായിട്ട് വരച്ച ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് നല്ലൊരു ക്ലിയർ പുൾ ബാക്ക് കിട്ടി. നമുക്ക് എൻട്രി സെറ്റപ്പ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ എൻട്രി സെറ്റപ്പും ഞാൻ ഇൻട്രാഡേയിൽ 1 മിനിറ്റ് സ്കാൽപ്പിങ്ങിനുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്, വേണ്ടവർക്ക് അത് കാണാം. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ നല്ല എൻട്രീസ് ഒക്കെ വരുന്നുണ്ട്. വീണ്ടും മാർക്കറ്റ് നന്നായിട്ട് സെൽ ഓഫ് വരുന്നുണ്ട്. മാർക്കറ്റ് നന്നായിട്ട് ഡൗൺ അടിച്ച് ഒരു 56,200 വരെ പോകുന്നുണ്ട്. ഈ 56,200 വരെ പോയിട്ട് ശരിക്കും ഇന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഒരു 10 o'clock അല്ലെങ്കിൽ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ നല്ലൊരു മൂവ്, ഷോർട്ട് മൂവ് നമുക്ക് കിട്ടി. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൂവ് ആയിട്ടില്ല. ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് 56,200 എന്നുള്ള ഒരു റേഞ്ചിൽ വന്നു. വീണ്ടും ബയേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ ഈ ഒരു ഇവിടെ നമുക്കൊരു കാണാം. ഈ ഒരു സിങ്ങിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകാൻ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഇവിടെയും ഫെയിലായി. വീണ്ടും മാർക്കറ്റ് ഇതേ ഡൗൺ അടിച്ച് വീണ്ടും ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ, ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ, അതായത് 56,200 റേഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെയും 3 times 4 times ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ തവണയും ഇത് ഫെയിലായി. ഈ റേഞ്ചിൽ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് മോർണിംഗിലെ ആ ഒരു നല്ലൊരു മൂവ് അല്ലാണ്ട് ആഫ്റ്റർ 11 o'clock നമുക്ക് നല്ലൊരു മൂവൊന്നും ഇതിൽ കിട്ടിയില്ല. അപ്പം ഇനിയൊരു നല്ല മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് കിട്ടണമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് താഴെ കിട്ടണമായിരുന്നു. അപ്പം ഇതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഇതുപോലെ തന്നെയാണ്. മോർണിംഗിൽ ഓപ്പണായി ഈ റേഞ്ചിന് ഇപ്പം ഇന്നലത്തെ ഒരു ക്ലോസിങ് കഴിഞ്ഞ് ഈ ഒരു റേഞ്ചിന് പുറത്താണ് ഓപ്പൺ ആയത്. ഓപ്പൺ ആയ പാട് തന്നെ ബയേഴ്സ് ഇവിടെ ഒന്നും ട്രൈ ചെയ്തില്ല. നല്ല സെൽ ഓഫ് ആണ് വന്നത്. നല്ല സെൽ ഓഫ് വന്ന് ഈവൻ ഇവിടെ 10 o'clock ആയപ്പോൾ തന്നെ ഈ ഒരു ബോട്ടം സപ്പോർട്ട് എടുത്തു. ഒരു 24,900 ഇതൊരു സപ്പോർട്ട് എടുത്തു. വീണ്ടും ഇതൊരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം ഇവിടെ നല്ല ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് സോണും വന്നു. മാർക്കറ്റ് ഇതിന് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം ബയേഴ്സ് ഈ ഒരു സിങ് ഇവിടെ ശരിക്കും ഒരു സിങ് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സിങ്ങിനെ ശരിക്കും കട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു എൻട്രി വന്നില്ല. അപ്പം അടുത്ത ഒരു നല്ലൊരു എൻട്രി കിട്ടണമെങ്കിൽ ഈ ഒരു സിങ്ങിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന് താഴേക്കോ കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു മൂവ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മോർണിംഗിലെ ആ ഒരു നല്ലൊരു മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കിട്ടുന്നവർക്ക് നല്ലൊരു മൂവ് മോർണിംഗിൽ തന്നെ കിട്ടി. ആഫ്റ്റർനൂണ് പക്ഷേ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിന്നു. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ അനാലിസിസിന് വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡെയിലി ക്യാൻഡിൽ എടുക്കുമ്പോൾ ശരിക്കും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇന്ന് നല്ലൊരു ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിലായിട്ടാണ് ഇന്നത്തെ ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു മാർക്കറ്റ് ഒരു ബെയറിഷിലേക്ക് പോയി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് കരുതാൻ. അപ്പം നമ്മുടെ ആ ഒരു ലോങ് പോകാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിഫ്റ്റീൻ്റെ കേസിലാണെങ്കിലും അതുപോലെ തന്നെ ഇനി അടുത്തൊരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പം നിഫ്റ്റീൻ്റെ കേസിലേക്ക് ഒരു മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പം ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഒരു ബെയറിഷ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ നല്ല ബെയറിഷ് ആവും. പക്ഷേ നമ്മുടെ ഇന്നലത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് മാർക്കറ്റ് ബെയറിഷ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. അപ്പം ഈ ഒരു റേഞ്ചിൽ നിൽക്കാനാണ് ഇനി കുറച്ച് ദിവസം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നു. ഈ ഒരു വലിയൊരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിലേക്ക് നിൽക്കാനുള്ള ചാൻസാണ് കൂടുതലും ഉള്ളത്. അപ്പം ഒരു അനാലിസിസിന് വേണ്ടി ഇനി ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂസും കൂടി എടുക്കാം.
ഇവിടെ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇൻഫോയിൽ പോയി ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഇത് മൂന്നും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 56,000 ആണ്. അതുപോലെ തന്നെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 ആണ്. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് വരുന്നത്. ഇനിയിപ്പം OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ OA ചേഞ്ച് വന്നിരിക്കുന്നത്, കോൾ OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 56,500 അതുപോലെ പുട്ട് OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 ഇവിടെ അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ 50 PCR വാല്യൂ എന്ന് പറഞ്ഞാൽ 0.73 ആണ്. അപ്പോൾ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇതൊരു ബെയറിഷ് ആയിട്ടാണ് ഉള്ളത് എന്ന് പറയാം. ഒരു ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 57,000 ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 56,000 അപ്പോൾ ഇതൊരു കീ ബേസ് ആയിട്ടും ഈ 57,000 എന്ന് പറയുന്ന ഒരു ഹെവി സപ്ലൈ സോണായിട്ടും മാറുന്നുണ്ട്. പിന്നെ ഹയസ്റ്റ് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്ന ഒരു 56,500 അതായത് 56,500 ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 പക്ഷേ അതിന് താഴെയായിട്ട് ഒരു റെസിസ്റ്റൻസ് സോണ് ബിൽഡ് ആവുന്നുണ്ട്. അതായത് 56,500 നല്ലൊരു റെസിസ്റ്റൻസ് സോണ് ബിൽഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ട് OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,000 അത് വന്നിരിക്കുന്നത് അൺവൈൻഡിങ് ആണ്. -1.98 ലാഖിൻ്റെ അൺവൈൻഡിങ് ആണ് നടക്കുന്നത്. 7,000 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിരുന്നത് ഇപ്പം വീക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കുറവായിട്ടാണ് ഈ ഒരു ഡേറ്റ നമുക്ക് തരുന്നത്. ഇനിയിപ്പോൾ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി 57,000 നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 56,000 ആണ്. 56,000 നല്ലൊരു സപ്പോർട്ട് സോണും ഉണ്ട്. അപ്പം ഇതിൽ ഇൻട്രാഡേ സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ ഇപ്പം ഇത് നല്ലൊരു ഇൻട്രാഡേ സപ്പോർട്ട് സോണായിട്ട് വർക്കാവുന്നുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോണ് ബിൽഡ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു മൂവ് ഇങ്ങോട്ടേക്കാണെങ്കിലും കിട്ടുക. ഇതൊരു നാരോ റേഞ്ച്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ വന്നിരിക്കുന്ന ഒരു നാരോ റേഞ്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടേക്കെങ്കിലും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടുള്ളൂ. അത് ഞാൻ ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് 56,500 ശരിക്കും ഇപ്പോൾ ഒരു പുതിയൊരു ഫ്രഷ് റെസിസ്റ്റൻസ് സോണും ബിൽഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 57,000 അതിന് താഴെ 56,500 നല്ല റെസിസ്റ്റൻസ് സോൺ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഒരു റേഞ്ചാണ്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് വരുന്നത് ഈ ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് ഈ ഒരു സപ്പോർട്ട് സോണും വരുന്നുണ്ട്. മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 56,000 വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു മൂവ് കിട്ടണമെങ്കിൽ ഈ റേഞ്ചിന് പുറത്തേക്ക് വന്നാലാണ് ഒരു നല്ലൊരു മൂവ്. ഇപ്പോൾ ബുള്ളിഷ് ആണെങ്കിലും അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടാണെങ്കിലും ലോങ്ങോ ഷോർട്ടോ എന്ത് കിട്ടണമെങ്കിലും ഈ ഒരു റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്നാലാണ് നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ നിഫ്റ്റീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, അതിന് PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 25,200 കോൾ OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200 പുട്ട് OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,900 അപ്പോൾ ഈ 2 ഡേറ്റാസും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 25,100 അപ്പോൾ പുട്ട് OA ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,900 അപ്പോൾ ഇത്രയും ഡേറ്റാസാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. ഇപ്പം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ ക്ലോസിംഗ് പ്രൈസ് വന്നിരിക്കുന്നത് 25,111.45 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,050 ആണ്. PCR വന്നിരിക്കുന്നത് 0.6 ആണ്. ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,200 അതായത് നല്ലൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഈ 25,200 മാറുന്നുണ്ട്. അതുതന്നെ ഒരു ബെയറിഷ് ഇതായിട്ട് വരുന്നത് PCR വാല്യൂ ഒരു 0.6 ആയതുകൊണ്ട് നമുക്ക് ഒരു ബെയറിഷ് ബേസ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അതിന് ഹയസ്റ്റ് പുട്ട് OA വന്നിരിക്കുന്നത് 25,900 ഹയസ്റ്റ് കോൾ OA വന്നിരിക്കുന്നത് 25,100 പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 24,900 അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് 25,200 എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോണും അതിന് തൊട്ട് താഴെ ഒരു നമുക്കൊരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ ബിൽഡ് ആവുന്നുണ്ട് 25,100 എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് 24,900 ഇപ്പം നമ്മൾ
ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയുടെ ഞാൻ 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് എടുക്കുന്നത്. 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ 24,900 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത് 24,900. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 25,100 അല്ലെങ്കിൽ 25,200. ഇപ്പം 25,100 നല്ലൊരു റെസിസ്റ്റൻസ് സോണ് ബിൽഡ് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,200 നല്ലൊരു റെസിസ്റ്റൻസ് സോണ് ഉണ്ട്. അപ്പം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോൺ. അപ്പം ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിൻ സപ്പോർട്ട് വരുന്നത് 24,900 ഇപ്പം ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്കിതിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണ് വരുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. ഈ 25,000 എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം ഇന്നത്തെ ആഫ്റ്റർനൂൺ മൂവ് മുഴുവൻ വന്നിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ്. അപ്പം ഈ ഒരു സ്വിങ് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും നല്ലൊരു മൂവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഈ 2 ലെവൽസ് മെയിനായിട്ട് നോക്കാം. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ 25,000 ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അപ്പം ഇതാണ് വരുന്നത്. ഇനിയിപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തൊരു ലെവൽ, ഇപ്പം ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഇപ്പം 24,900 കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വരുന്നത് 24,500 ആണ്. അപ്പം മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 24,500 ആണ്. അത് പറഞ്ഞാൽ കുറേ താഴെയാണ്. അതാണ് ഒരു മെയിൻ സപ്പോർട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സോണും കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് സോണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നിഫ്റ്റീൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ മെയിനായിട്ടുള്ള സപ്പോർട്ട് സോണും അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണും. ഓക്കെ, താങ്ക് യു.